Hallelujah. Praise God. Thank you, worship teams, for leading us to times of worship. Especially, I want to thank our worship leaders, Baiju and others, for training our children to take up the worship. Such a wonderful thing to do. Continue to be in the presence of God. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ദൈവവചനത്തിൽ കൂടെ പിന്നെയും നമ്മോട് സംസാരിക്കുവാനിടയാകട്ടെ. Let us be in the presence of the Lord with much prayer. I pray that the Holy Spirit will continue to speak to us this morning. ഒരു സീരീസ് ആയിട്ടല്ല, ഒരു പ്രത്യേക മെസ്സേജ് ആയിട്ട് ഇന്ന് രാവിലെ ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു ഭാഗം നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. Not as a series, but as a particular topic Holy Spirit has inspired me. I want to share that with you this morning. മത്തായി സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Let us turn to the Gospel of Matthew, chapter 17, verses 24 through 27. മത്തായി 17, 24 മുതൽ 27 വരെ. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. അത് കഴിഞ്ഞ് ബ്രദർ സാം വിൽ റീഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. അവർ കഫർന്നഹൂമിൽ എത്തിയപ്പോൾ ദ്വിദ്രഹ്മപ്പണം വാങ്ങുന്നവർ പത്രോസിൻ്റെ അടുക്കൽ വന്നു. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ഉവ്വ് എന്ന് അവൻ പറഞ്ഞു. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്തു തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ എന്ന് മുന്നിട്ട് ചോദിച്ചതിന് അന്യരോടെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, എന്നാൽ പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. അതിൻ്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. Verse 24 to 27. After Jesus and his disciples arrived in Capernaum, the collectors of the two drachma tax came to Peter and asked, "Doesn't your teacher pay the temple tax?" "Yes, he does," he replied. When Peter came into the house, Jesus was the first to speak. "What do you think, Simon?" he asked. From whom do the kings of the earth collect duty and taxes? From their own sons or from others?" "From others," Peter answered. "Then the sons are exempt," Jesus said to him. "But so that we may not offend them, go to the lake and throw out your line. Take the first fish you catch, open its mouth, and you will find a 4 drachma coin. Take it and give it to them for my tax and yours." Amen. Amen. ഇതിനൊരു തലക്കെട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ലോർഡ്സ് ഫോർ നോളജ് ആൻഡ് ഹിസ് പ്രൊവിഷൻസ്. ദൈവത്തിൻ്റെ മുന്നറിവും അവൻ്റെ കരുതലുകളും. And the title of the message is about God's foreknowledge and his provisions for us. വളരെ രസകരമായിട്ടുള്ള ചില വിവരണങ്ങൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ പറ്റും. We can understand some humorous or some interesting explanations here. ഇത് മത്തായി സുവിശേഷത്തിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു സംഭവമാണ്. This is an incident that is only found in the Gospel of Matthew. Maybe മാത്യു തന്നെ ഒരു ടാക്സ് കളക്ടർ ആയിരുന്നല്ലോ. Matthew himself was a tax collector. അതുകൊണ്ട് ഈ ടാക്സിനെ കുറിച്ചുള്ള ഒരു ഇൻസിഡന്റ് നടന്നപ്പോൾ അത് എഴുതി വെക്കാൻ മാത്യു തീർച്ചയായിട്ടും താല്പര്യപ്പെട്ടു. Maybe his interest was because it was an incident about collecting tax. That's maybe why he recorded that. ദൈവത്തിന്റെ വചനം മുഴുവൻ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിതമാണെന്നുള്ള കാര്യം ഞാൻ വിസ്മരിക്കുന്നില്ല. I do not forget the fact that the entire word of God is the Holy Spirit inspired. എന്നാൽ അതിന് ഹ്യൂമൻ എലിമെന്റ്സും ഉണ്ട്. But there are also human elements to that. നമുക്കറിയാം, മത്തായി സുവിശേഷം വായിക്കുമ്പോഴെല്ലാം നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, something that we all find throughout the book of Matthew. മത്തായി എന്ന സുവിശേഷകൻ, മത്തായി എന്ന അപ്പോസ്തലൻ ഇതിനകത്ത് ഈ സുവിശേഷം എഴുതുമ്പോൾ മുഴുവൻ പ്രയത്നവും രാജാവിനെ കുറിച്ചും രാജ്യത്തെ കുറിച്ചും പറയാനാണ്. So as Matthew write this book of Matthew, his perspective was regarding king and the kingdom. അപ്പോൾ രാജാവിനെ കുറിച്ചും രാജ്യത്തെ കുറിച്ചും എന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലായി ആരാണ് രാജാവ്. And so when we say about king and kingdom, we know who is the king. ഏതാണ് അവന്റെ രാജ്യം? What is his kingdom? രാജാവായിട്ട് മത്തായി ചിത്രീകരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. So Christ is the one depicted by Matthew as the king.
അവൻ സ്ഥാപിപ്പാൻ വന്ന ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇത് അതിനോട് ചേർത്ത് പറയുന്നത്. So he is talking about the kingdom that he came to establish on this earth. അപ്പോൾ യേശുവിനെ രാജാവായിട്ട് ചിത്രീകരിക്കുമ്പോൾ, So as he is illustrating Jesus as the king, ഈ രാജാവിന് ആലയത്തിന്റെ നികുതി കൊടുക്കേണ്ട, ചുങ്കം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? so does the king himself has to pay a duty to the kingdom? അതാണ് നമ്മുടെ മുമ്പിൽ ഉയരുന്ന ഒരു ചോദ്യം. So that is a question that is in front of us. കർത്താവ് തന്നെ ആ ചോദ്യം ചോദിക്കുന്നു. So Jesus himself is asking him the question. അവിടെ എഴുതിയിരിക്കുന്ന അവർ കഫർനഹൂമിൽ എത്തിയപ്പോൾ, And it is written that when they arrived in Capernaum, കഫർനഹൂം എന്ന് പറയുന്നത് യേശു കർത്താവും ശിഷ്യന്മാരും ദീർഘനാളുകൾ താമസിച്ച സ്ഥലമാണ്. so Capernaum is a place Jesus and his disciples stayed for a long time. യേശുവിന്റെ അനേക അത്ഭുതങ്ങൾ അവൻ ചെയ്തത് കഫർനഹൂമിലായിരുന്നു. Many of his miracles were performed in Capernaum. അനേക ഉപദേശങ്ങൾ നൽകിയത് അവിടെയായിരുന്നു. That's where he gave a lot of the teachings while he was there. എന്നിട്ടും കഫർനഹൂമിലുള്ളവർ രക്ഷിക്കപ്പെടാതിരുന്ന കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് തന്നെ വലിയ ക്രോധം ഉണ്ടായിരുന്നു. So even the disciples were very angry and frustrated that people did not accept Jesus' message. അപ്പോൾ ഇവർ യേശുവും ശിഷ്യന്മാരും കൂടെ കഫർനഹൂമിൽ എത്തിയപ്പോൾ, ഒരു പക്ഷേ പത്രോസ് പുറത്തു പോയപ്പോഴായിരിക്കും, whenever it was, ഏത് സാഹചര്യത്തിലാണ് നമുക്കറിഞ്ഞുകൂടാ, ദ്വിദ്രഹ്മ പണം വാങ്ങുന്നവർ പത്രോസിനെ കണ്ടെത്തി. So it's possible that Jesus and his disciples came to town and Peter was out doing business, and maybe the tax collectors came to him, asked for the 2 drachma tax. അവര് പത്രോസിന്റെ അടുത്തുനിന്ന് ചോദിച്ചു, നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മ പണം കൊടുക്കുന്നില്ലയോ? So the tax collectors asked Peter, why don't your master pay the drachma tax? ഇവിടെ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരം എന്ന് പറയുന്നത് രണ്ട് വാക്കുകൾ തമ്മിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് തിരിച്ചറിയണം. So we need to understand what tribute and the tax, there's a difference. ഒന്ന് ഒരു ട്രിബ്യൂട്ട് ഉണ്ട്, മറ്റൊരു പോൾ ടാക്സ് ഉണ്ട്. And one is a poll tax and the other one is a tribute. ചുങ്കമുണ്ട്, കരമുണ്ട്. There is tax and tributes. ചുങ്കം എന്ന് പറയുന്ന ഗുഡ്സ് സർവീസസിനൊക്കെ, ഗുഡ്സിനും അതുപോലെ സർവീസസിനും ഒക്കെ വേണ്ടിയുള്ളത്. The tax you pay are for goods and service. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പുതിയ കരം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, In ഇൻട്രൊഡ്യൂസ് India ചെയ്തിട്ടുണ്ട്. there is a new tax. പലർക്കും അറിയാം അതിന്റെ പേരല്ലേ? Many of you know what that is. GST എന്നാ പറയുന്നത്. GST, that is called GST tax. ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്നാ അതിന്റെ. It's called goods and service tax. എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ പോൾ ട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് പരാമർശിക്കുന്നു, ഉദ്ദേശിക്കുന്നത് ഗുഡ്സിന് വേണ്ടിയുള്ള ടാക്സ് ആയിരുന്നു. So the tribute was for the taxes for goods. വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ അവർ കൊടുക്കേണ്ടുന്ന കരം. This is a tax that you must pay when you sell and buy things. അവരുടെ നിലത്തിന് കൊടുക്കേണ്ടിയിരുന്ന കരം. And for the land they had to pay a tax as well. എന്നാൽ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ള ഒരു കരത്തെ കുറിച്ചല്ല. And so we are not talking about such a tax here. ഇവിടെ പറയുന്ന ഒരു ദ്വിദ്രഹ്മ പണം എന്ന കരം അവർ കൊടുക്കേണ്ടിയിരുന്നു. So there was a 2 drachma tax that had to be paid to the temple. 2 ദ്രഹ്മ, ദ്വിദ്രഹ്മ പണം എന്ന് പറയുന്നത് ഹാഫ് ഷേക്കലായിരുന്നു. And 2 drachma was half a shekel. ഹാഫ് ഷേക്കൽ എന്നൊക്കെ പറയുമ്പം പിന്നെ അര തുലാമെന്നൊന്നും ആരും ഓർക്കരുത്. I don't think it is a big amount like we think. ഹാഫ് ഷേക്കൽ എന്ന് പറയുമ്പോൾ 35 സെന്റേ ഉള്ളായിരുന്നു. In those days it was only 35 cents. അപ്പം ഈ 35 സെന്റിന്റെ ദ്വിദ്രഹ്മ എന്ന് പറയുന്ന കരം ആലയത്തിൽ ഓരോ യഹൂദനും കൊടുക്കണമായിരുന്നു. So every Jew had to pay this tax about equivalent to 35 cents. The 2 drachma had to pay to the temple. 20 വയസ്സ് കഴിഞ്ഞ ഓരോ യഹൂദനും ഈ തുക ആലയത്തിനായിട്ട് കൊടുക്കേണ്ടതായി. So any Jew has 20 years or older had to pay this tax to the temple. അപ്പോൾ ഇത് ഇസ്രയേലിൽ താമസിക്കുന്നവർ മാത്രമല്ല, പരദേശങ്ങളിലായിരിക്കുന്ന പ്രവാസത്തിലായിരിക്കുന്നവർ പോലും അവിടെ ആളുകളെ വെച്ച് ഈ കരം പിരിച്ച് ഇസ്രയേലിലേക്ക്, യെരുശലേമിലേക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. Not only the residents of Jerusalem but also the Jews who are in foreign countries had to collect this tax and send it to the temple in Jerusalem. അപ്പോൾ ഈ തുക പിരിക്കാനായിട്ട് ചെല്ലുമ്പോൾ ആരും മറുതലിക്കത്തില്ലായിരുന്നു, പിറുപിറുക്കുകയില്ലായിരുന്നു. So many times the tax collectors to go to collect this tax, nobody resisted. അതേസമയം മറ്റേ ടാക്സ് എന്ന് പറയുന്നത്, ഗുഡ്സിന്റെ ടാക്സ് എന്ന് പറയുന്നത്
അത് പിരിച്ചെടുത്തിട്ട് റോമ ഗവൺമെന്റിന് കൊടുക്കാനുള്ളതാണ്. And so the other goods and taxes were to collect and give it to the Roman government who was ruling over Jerusalem at that അത് time. അവരുടെ മേൽ നികുത്തിയിരുന്ന തുകയേക്കാൾ അധികമായിട്ട് പലപ്പോഴും ചുങ്കക്കാര് പിരിച്ച് കൊടുക്കുവാൻ ശ്രമിക്കുമായിരുന്നു. So the tax collectors usually exploit and collect more than what is due to give it to the Roman government. അതുകൊണ്ടായിരുന്നു യഹൂദന്മാർക്ക് ചുങ്കക്കാരെന്ന് പറയുന്ന ഈ കൂട്ടരോട് തന്നെ പിണക്കമുള്ളത്. That is why the Jews hated this group of tax collectors. എന്നാൽ ഈ ആലയത്തിന്റെ കരമായിട്ട് ഈ ദ്വിദ്രഹ്മ പണം 35 സെന്റ് പിരിക്കാൻ ചെല്ലുമ്പോൾ ഒരു തടസ്സവും ഇല്ല. So many times they never resisted to collect these taxes that is due to the temple. അപ്പൊ ഇത് ചോദിക്കുന്ന ഇതാണ് പത്രോസിനോട് ചോദിച്ചത്. So that is what is being asked of Peter here. പത്രോസേ, നിങ്ങളുടെ ഗുരു ഇതൊന്നും കൊടുക്കുന്നില്ലേ? So they asked Peter, doesn't your master pay these taxes? ഈ ദ്വിദ്രഹ്മ പണം 35 സെന്റ് കൊടുക്കാനുള്ളത് നിങ്ങളുടെ ഗുരു കൊടുക്കുന്നില്ലേ? So doesn't your the master pay this 2 drachma, which is a simple amount? അവരോർത്ത് ഈ നസ്രയത്തുകാരനായ യേശു ഈ കരമൊന്നും കൊടുക്കാതെ ഇങ്ങനെ വഞ്ചിച്ച് നടക്കുന്ന ആളാണ് എന്ന് അവരോർത്ത്. So they thought Jesus was being elusive and not paying this tax. He's from Nazareth. അപ്പൊ ഇത് കൊടുക്കാനായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നിയമത്തെ അവൻ ലംഘിക്കുന്നുണ്ടോ എന്ന് അവർക്കറിയേണ്ടത്. So they wanted to know, is he violating the rule or the law that is in place? പത്രോസ് യേശുവിനെ ഡിഫെൻഡ് ചെയ്ത് മറുപടി പറഞ്ഞേ മതിയാകുള്ളൂ. Peter could have defended Jesus and given him a reply. അതുകൊണ്ട് അങ്ങനെ തന്നെയാ പത്രോസ് പറയുന്നത്. So that is what Peter is saying. അവൻ നികുതി കൊടുക്കുന്നുണ്ട്. He says he pays the taxes. എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ മക്കളിൽ ഒരാളെ പോലെ, ഇസ്രായേൽ മക്കളിൽ ഒരാളെ പോലെ യേശു ഈ നികുതി കൊടുക്കുന്നുണ്ട്. So he is saying, just like the sons of Jacob, he also pays taxes. ഇതെല്ലാം പറഞ്ഞു പത്രോസ് വീട്ടിൽ വന്നു. So after saying all this, Peter came home. പത്രോസ് വന്ന് ഈ കാര്യങ്ങൾ യേശുവിന്റെ മുമ്പിൽ നിരത്തുന്നതിന് മുമ്പേ, even before he says anything to Jesus, Jesus responds. നിങ്ങളെ വായിച്ചത് ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി If കാണും. you paid attention, that you understand that. യേശു പത്രോസിനോട് അങ്ങോട്ട് ചോദിക്കുക. So Jesus is asking Peter first before he responds. പത്രോസ് അല്ലായിരുന്നോ പറയേണ്ടത്? It is by common sense, Peter should have said something to Jesus. കർത്താവേ, ഞാൻ മാർക്കറ്റിൽ വെച്ച് ഈ ചുങ്കം പിരിക്കുന്നവരെ കണ്ടു. Hey, Jesus, I saw these tax collectors at the market. അവർ എന്നോട് ചോദിച്ചു, നീ നികുതി കൊടുക്കുന്നില്ലേ? So they asked me, were you paying taxes? നീ കൊടുക്കുന്നുണ്ടെന്നാ ഞാൻ പറഞ്ഞേച്ചു I വന്നത്. told them that you do pay taxes. അതുകൊണ്ട് എന്റെ വാക്ക് ഒന്ന് മാനിച്ചേക്കണേ. So don't make me a liar, respect my word. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ പറയാൻ പത്രോസ് മനസ്സിൽ ഒരുക്കിക്കൊണ്ടായിരിക്കും വന്നത്. So maybe Peter was thinking on his way home, thinking about talking to Jesus like എന്നാൽ this. അവൻ വീട്ടിൽ വന്നപ്പോൾ യേശു അവനോട്, ശീമോനെ, നിനക്ക് എന്ത് So തോന്നുന്നു? when he entered the home, Jesus is asking, what do you think, Simon? കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. And was Jesus with Peter when he was in the marketplace? കർത്താവ് പത്രോസിന്റെ കൂടെ ഒന്നുമില്ല. No, he was not there. അപ്പോൾ അവൻ ദൂരത്ത് ആളുകളെ കണ്ടതാണ്. But he saw Peter at a distance without his presence അവൻ there. മനസ്സിൽ പല കാര്യങ്ങളും പറയാൻ ഒരുക്കിക്കൊണ്ട് വന്നതാ. Peter wanted to say a lot of things to Jesus when he came എന്നാൽ home. അതൊന്നും വിവരിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ല. But Jesus did not give him a chance to explain any of those things. കർത്താവ് മുമ്പിട്ട് അവനോട് ചോദിക്കുക. Jesus, before he speaks, he's speaking first. അവനോട് ഒരു ചോദ്യം ചോദിച്ചു. Jesus asked him a question. ശിമോനെ, ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? Simon, I'm going to ask you a question. നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോടാ വാങ്ങുന്നത്? From whom do you think the kings of the earth collect duty and taxes? രാജാക്കന്മാര് എല്ലാറ്റിന്റെ ഓണേഴ്സാ. The kings are the authority owners of everything. രാജവാഴ്ച ഉണ്ടായിരുന്ന കാലത്തെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. We know the kingdom and the rules of the kings in the Old Testament. എല്ലാം പതിച്ചു കൊടുക്കുന്ന രാജാക്കന്മാരാ. And the kings were authorizing all the അവകാശികൾ ഇല്ലാതെ പോയാൽ ആ അവകാശമെല്ലാം രാജാവിന്റെ പേരിലേക്കാ പോകുന്നത്. And there was anybody who didn't have an inheritance, that they were the one responsible to giving those അപ്പൊ inheritance. എല്ലാം ഓൺ ചെയ്യുന്ന രാജാവ്, Everything was owned and possessed by the king. എല്ലാം സ്വന്തമെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രാജാവ്. They were able to claim everything belonged to them. ആ രാജാവ് എന്തിനാ കരം കൊടുക്കുന്നത്? So why should that king pay taxes? ആ രാജാവിന് കരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? Is there a need for that king to pay taxes? അതാ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നത്. That is what Peter is asking. Jesus is asking Peter. ഭൂമിയിലെ രാജാക്കന്മാർ ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? Where does the kings of this earth collect duty or taxes? പുത്രന്മാരോടാണോ അതോ അന്യരോടാണോ ചുങ്കമോ കരമോ Do വാങ്ങുന്നത്? they get that from their own sons or from others? പത്രോസിന്റെ മറുപടി, The response of Peter, അന്യരോട് എന്ന് അവൻ പറഞ്ഞു. he says from others, Peter said. അപ്പം കർത്താവ് പറയുക, അങ്ങനെയാണ് പിന്നെ മക്കള്
ഒഴിവുള്ളവരല്ലോ. If that is the case, then the sons don't need to pay taxes. രാജാവിന്റെ പുത്രൻ, I am the king, I'm the son of a king, രാജാവ് തന്നെ the king himself, ഇവിടെ എഴുന്നള്ളിയിരിക്കുക. and he himself is here. അവന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? Is there a need for him to pay taxes? അവന് കരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? Is there any reason for him to pay the tax? പക്ഷെ അവിടെ അതിനോട് ചേർന്ന് കർത്താവ് പറയുന്ന വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. It is something that we must pay attention what Jesus is saying. പുത്രന്മാർ ഒഴിവുള്ളവരല്ലോ. Aren't the sons exempt from this? എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന്, So that even though we should not offend them, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. it is something we need to pay attention. ഇടർച്ച വരുത്താതിരിക്കേണ്ടത് Not to offend them. കർത്താവ് ശ്രദ്ധിച്ച കാര്യം. And this is something he paid attention. അവൻ ചുങ്കം കൊടുക്കേണ്ട കാര്യമേ ഇല്ല, കരം കൊടുക്കേണ്ടതില്ലായിരുന്നു. There was no reason him to pay the taxes. എങ്കിലും അവർക്ക് ഇടർച്ച വരുത്താതെ ഇരിക്കേണ്ടതിന്, Even then, not to offend them, he was willing. ഇത് നമ്മളൊക്കെ ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ, If we paid attention to these details, എന്റെ അവകാശമാണ് ഇത് ചെയ്യാതിരിക്കുന്നത്, this is my right that I don't need to do it. എന്റെ അവകാശമാണ് ചിലത് ചെയ്യുന്നത്, This is my right that I do certain things. എങ്കിലും എന്റെ അവകാശങ്ങൾ എക്സർസൈസ് ചെയ്യുമ്പോഴും Even when I exercise the rights I have, ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കും. I am always paying attention to ഞാൻ something. മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്താതെ ഇരിക്കും. That I will be careful not to offend others. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം, സ്തോത്രം. Amen. അവർക്ക് നാം ഇടർച്ച വരുത്താതെ ഇരിക്കേണ്ടതിന്, We must be careful not to offend them. അവർക്ക് വിരൽ ചൂണ്ടുവാൻ ഒരു അവസരം കൊടുക്കാതിരിക്കേണ്ടതിന്. Not that we give an opportunity for them to point their fingers at us. നമ്മളെല്ലാം നമ്മുടെ അവകാശങ്ങളെ മുറുകെ Many പിടിക്കും. times we hold on to our rights and privileges അതിനു tight. വേണ്ടി എത്ര ഫൈറ്റ് ചെയ്യാൻ നമ്മൾ We are willing to fight for those rights. ആരെയും മുറിപ്പെടുത്താൻ ഒരുക്കമാ. We are very willing to offend and bruise others. ആരെയും ധിക്കരിക്കാൻ നമ്മൾ ഒരുക്കമാ. We are willing to reject others. കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയേ. But look at the attitude of Jesus. പത്രോസേ, മക്കൾ ഒഴിവുള്ളവരാ. The sons are exempt from these taxes. രാജാവ് കരം കൊടുക്കേണ്ട കാര്യമില്ല. There is no reason for the king to pay taxes. പക്ഷെ അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന്. But not to offend those people. ഹല്ലേലൂയ. Amen. ഇത് നമ്മുടെയൊക്കെ അകത്ത് കയറണം. But this is something that we should penetrate deep in our hearts. ഹൃദയത്തിൽ പതിഞ്ഞിരിക്കണം. That this should be impressed on our heart. നമ്മുടെ ജീവിതവും നമ്മുടെ നടപ്പും നമ്മുടെ ഇടപാടുകളും Our walks and our talk and our actions. ഇടർച്ച വരുത്തുന്നതാകാതിരിക്കട്ടെ. Is that offensive to others? ഹല്ലേലൂയ. ഓരോ വാക്കും ഉച്ചരിക്കുമ്പോൾ As we say every word, ഇടർച്ച വരുത്താത്ത വാക്ക്. those words should not offend others. നമ്മൾ ആലയത്തിൽ വർത്തിക്കുമ്പോൾ ഇടർച്ച വരുത്താതെ, When we are in the church of God, that we should conduct ourselves not offending others. നമ്മളെല്ലാം ചെയ്യുന്നതിൽ ഇടർച്ച വരുത്താതെ. In everything we do, we should be careful not to offend. ഹല്ലേലൂയ. Amen. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസിന്റെ ലേഖനത്തില്, സമ്പത്തുകളുടെ അപഹാരം പോലും സന്തോഷത്തോടെ സഹിച്ചു. And Paul writes that even they took away the wealth that we with the happy hearts that we accepted that. അവകാശമായിരുന്നു. It was our right. എന്റേതെന്ന് പറയുന്നതായിരുന്നു. It was something we claimed ours. എടുത്തുകൊണ്ടുപോയി. But they took it away. അതുപോലും സന്തോഷത്തോടെ സഹിച്ചു. Even that we received with happiness. പത്രോസിന്റെ ഒന്നാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നു. In 1 Peter verse 3 and chapter 3 verse 16. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷിയുള്ളവരായിരിപ്പീൻ. Keeping a clear conscience so that those who speak maliciously against your good behavior in Christ may be ashamed of their slander. മനസാക്ഷി നല്ലതായിരിക്കണമെന്ന് പ്രസംഗകർ പറയാറില്ല. Many times the preachers don't say your conscience should be clear. പുറം വെടിപ്പാക്കണമെന്നേ പറയാറുള്ളൂ. They always talk about the outside being clean. കിണ്ടികിണ്ണങ്ങളുടെ ഒക്കെ പുറം വെടിപ്പാക്കണം. Just like the utensils being cleaned on the outside. അഴുക്കും വൃത്തികേടും എല്ലാം അകത്തിരുന്നോട്ട് ഒരു കുഴപ്പമില്ല. Inside there's a lot of dirt and dust.
പുറം മനോഹരമായിട്ട് കാണട്ടെ. but the outside of the vessel should be clean. പുറമേ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുന്ന ശവകുടീരങ്ങളെ കുറിച്ച് കർത്താവ് പറഞ്ഞല്ലോ. It's like the painted sepulchres Jesus talking about. അകത്ത് അഴുക്കെല്ലാം നിറഞ്ഞിരിക്കുകയാണ്, മലിനത നിറഞ്ഞിരിക്കുകയാണ്. Inside there is all the filth and the dirt. മനസാക്ഷി നല്ലതായിരിക്കണമെന്നാണ് ഇവിടെ പത്രോസ് പറയുന്നത്. But Peter is saying that your conscience should be clear. ഇന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാം? How many of you can boldly say, I have a clear മനസാക്ഷിയുടെ conscience ശുദ്ധീകരണത്തിനായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ചു. and I surrender myself to have a clear conscience. ക്രിസ്തുവിൽ എനിക്കുള്ള നല്ല നടപ്പിനെ കുറിച്ച് പഴി പറയുന്നവർ ലജ്ജിക്കണം. But those who speak ill against me should be ashamed. ഇത്രയും നല്ലൊരു സഹോദരനെയാണല്ലോ ഞാൻ പഴിച്ചു പറഞ്ഞത്. Such a good brother or sister that I talked bad about. ഇത്രയും നല്ലൊരു സഹോദരിയെ കുറിച്ചാണല്ലോ ഞാൻ മോശമായിട്ട് പറഞ്ഞത്. Such a dear sister that I talked maliciously against. അങ്ങനെ പറയത്തക്കവണ്ണം നല്ല മനസാക്ഷിയുള്ളവരായി. But we should have clear conscience so others should think of us that way. ഇത് നമ്മളോട് അപ്പീൽ ചെയ്യുന്നുണ്ടോ? Is this appealing to us? കർത്താവ് പറയാ അതുകൊണ്ട് നമുക്ക് അവർക്ക് ഇടർച്ച വരുത്തണ്ട. So because of that we do not want to offend them. അതുകൊണ്ട് പത്രോസ് നീ ഒരു കാര്യം ചെയ്തു. So Peter, do one thing. നീ പോയി കടലിലേക്ക് പോയിട്ട് ഒരു ചൂണ്ടയിടുക. Go to the seashore and put the hook out there. ചൂണ്ടയിട്ടിട്ട് ആദ്യം പൊങ്ങി വരുന്ന മീൻ, ആദ്യം കിട്ടുന്ന മീൻ, Take the first fish that you catch. അത് നീ അതിന്റെ വായ് തുറന്ന് നോക്കുമ്പോൾ Open its mouth and you will find something. ഒരു ചതുർദ്രഹ്മ പണം കാണും. You will see a 4 drachma coin. ഒരാളുടെ ടാക്സ് എത്രയായിരുന്നു? How much was the tax for one person? ദ്വിദ്രഹ്മ പണം. 2 drachmas. പറയാൻ ഇച്ചിരി പാടാന്നൊക്കെ അറിയാം. I know it is ദ്വിദ്രഹ്മ എന്നൊക്കെ പറയും. It is a tongue twister. That's right. എന്നാൽ ഇവിടെ പത്രോസിനോട് കർത്താവ് പറയാ, പത്രോസ് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം, പോയൊരു മീൻ പിടിച്ചിട്ട് അതിന്റെ വായിൽ ഒരു ദ്വിദ്രഹ്മ പണം കാണുമെന്നല്ല പറയുന്നത്. And so here Jesus is not telling Peter go fish and find a 2 drachma coin. നീ അതിന്റെ വായ് തുറക്കുമ്പോൾ ആദ്യം പൊങ്ങി വരുന്ന മീനുണ്ടല്ലോ, നിന്റെ ചൂണ്ടയിൽ കൊത്തുന്ന മീനുണ്ടല്ലോ, അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. When you open the mouth of the first fish you catch, there will be a 4 drachma coin inside. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറയും. Use that coin for your tax and my tax. എന്തോ ഇതിനകത്തെ മിറക്കിൾസ്? So what is the miracle in this? ഒരുപാട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. Many interpretations are there for this. ചിലർ പറയുന്നു ഈ മിറക്കിൾ നടന്നില്ല. So some people say this miracle never happened. ഇങ്ങനെ പോയി ചെയ്യാനേ പത്രോസിനോട് പറഞ്ഞുള്ളൂ. And they say that he only told Peter to do this. ചെയ്തോ അങ്ങനെ സംഭവിച്ചോ എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. And the Bible doesn't say whether that happened or not. അതുകൊണ്ട് നമ്മൾ തീർച്ചയല്ല എന്ന് ചിലർ പറയുന്നു. And some people say that it is not for sure. എന്നാൽ നമ്മൾ ഇത് പ്രത്യേകമായിട്ട് മത്തായി എഴുതിയിരിക്കുന്നു, അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. കർത്താവിന്റെ കൽപ്പന അത് ഡെഫിനിറ്റ് ആയിട്ട് നടന്നു എന്ന് നമ്മൾ വിശ്വസിക്കും. But we believe that this was commanded by Jesus to Matthew. We believe that it was fulfilled. കർത്താവ് പറഞ്ഞ പത്രോസ് അനുസരിക്കാതിരിക്കുകയില്ല. I'm very sure Peter will always obey Jesus. പത്രോസ് നേരത്തെ പറഞ്ഞ കർത്താവേ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. Peter has told him many times, Lord, we labored all night, we didn't catch പക്ഷെ anything. നിന്റെ വാക്കിനെ ഞാൻ ധിക്കരിക്കുകയില്ല. But I will not disobey your word, Lord. നിന്റെ വാക്കിങ്കൽ ഞാൻ വലയിറക്കാം. By your word I will put the net out. എന്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. My experience is different. അപ്പം പത്രോസിനോട് പറഞ്ഞു നീ ഒരു ചൂണ്ടയായിട്ട് പോകും. So here Peter is told to go use a hook. ന്യൂ ടെസ്റ്റമെന്റിൽ നമ്മൾ മുഴുവൻ തപ്പിയാലും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്ന ഒറ്റ സ്ഥലം. If you look out throughout the New Testament, you have no experience of going using a hook to catch fish. മറ്റുള്ളിടത്തെല്ലാം മീൻ പിടിച്ചോണ്ടിരുന്നത് എന്തുകൊണ്ടാ? In all these places, how do they catch fish? വലയെറിഞ്ഞായിരുന്നു. By the net. ഇവിടെ പറഞ്ഞു നീ ഒരു ചൂണ്ടയുമായിട്ട് പോകും. But here he's saying, Jesus saying, go with the hook. അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how to interpret that. എന്തുകൊണ്ട് കർത്താവ് വലയ്ക്ക് പകരം ചൂണ്ട എന്ന് പറഞ്ഞു? I don't know why Jesus gave him a hook instead of commanded a hook instead of a net. ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യേണ്ട We കാര്യമില്ല. don't need to add details that is necessary. കർത്താവ് പറഞ്ഞു ചൂണ്ടയായിട്ട് പോകും. But Jesus said, go put a hook നീ down. ചൂണ്ടലിടുമ്പോൾ കൊത്തുന്ന മീനുകളിൽ ആദ്യത്തെ മീൻ, So the fish that you hook first, അതിന്റെ വായ് തുറന്നു നോക്ക, open its mouth. ഒരു ചതുർദ്രഹ്മ പണം. There will be a 4 drachma coin. അപ്പം ചിലര് പറയുന്നത് But some people say ഇതിനകത്ത് അത്ഭുതമൊന്നുമില്ല. there is no miracle in that. പത്രോസ് ചെയ്തത് എന്താണെന്ന് അറിയാമോ? You know what Peter did?
അവൻ ഒരുപാട് മീൻ പിടിച്ചു. But he caught a bunch of fish. ഒറ്റ മീൻ അല്ല പിടിച്ചത്. Now he didn't catch one fish. എന്നിട്ട് അതിനെ എല്ലാം കൂടെ കൊണ്ട് വിറ്റു മാർക്കറ്റിൽ. And then he took it to the market and sold. അവരുടെ രണ്ടുപേരുടെയും കൂടെ ടാക്സ് കൊടുത്തു. So and then he got the proceeds out of that, paid their നമുക്ക് ഈ taxes. ദൈവവചനത്തിലെ അത്ഭുതങ്ങളെ എക്സ്പ്ലെയിൻ അവേ ചെയ്യാനായിട്ട് എന്ത് ഈസിയാ അല്ലേ? How easy for us to explain away the miracles in the word of ഒരു God. ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. A lad had 5 loaves of bread and 2 fish. അതിനെ കർത്താവ് വാഴ്ത്തി നുറുക്കി And അനുഗ്രഹിച്ചപ്പോൾ Jesus blessed it and gave it to the crowd. അത് ആയിരങ്ങൾക്ക് തൃപ്തി വന്നു. It was sufficient for thousands of people. അപ്പൊ ആളുകൾ അതിനെ എക്സ്പ്ലെയിൻ അവേ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? You know how people explain away those? വിവരിച്ചില്ലാതെയാക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? You know how they disregard that miracle? അവര് പറയുന്നത് ഈ ഒരു ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നു. So this lad had 5 loaves and 2 fish. അങ്ങനെ ഒരുപാട് And ബാലകന്മാരുണ്ടായിരുന്നു. there were many children like അവരുടെ that. എല്ലാം കയ്യിലുണ്ടായിരുന്നത് കൊണ്ടുവന്നു. So they all brought their stuff. അവരെല്ലാം കർത്താവിന് കൊടുത്തു. So they all brought it to Jesus. അതെല്ലാം കൂടെ അനുഗ്രഹിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം ഭക്ഷിപ്പാൻ So they used accumulated all that and gave it to the crowd. എന്ത് ഈസിയാ അല്ലേ? How easy it is to interpret it that way. ഇസ്രായേൽ മക്കള് ചെങ്കടലിൽ കൂടെ കടന്നുപോയി. Israel crossed the Red Sea. ആ സമയത്ത് ഒരു വേലിയിറക്കത്തിന്റെ സമയമാണ്. And that was the low tide time. അവരങ്ങോട്ട് കടന്നു കഴിഞ്ഞു. As they were crossing. അത് കഴിഞ്ഞ് മിസ്രയീമർ അതിലെ വന്നപ്പോഴത്തേന് വേലി കയറ്റത്തിന്റെ സമയം. And when the Israelites came, that was the high tide time. അത് തമ്മിൽ തിരിച്ചാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. And I don't know the difference. ഏതായാലും ഇസ്രായേൽ മക്കൾ പോയപ്പോൾ വെള്ളം ഇങ്ങനെ തീരങ്ങളിലേക്ക് മാറി. But when Israel crossed, it was low tide. ഞാൻ പറഞ്ഞു ഈ ടെൻഡൻസി നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. So this tendency to explain away the miracles of the word we all have. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന അത്ഭുതങ്ങളെ അതിന്റെ ഗൗരവത്തോടെ എടുക്കാതിരിക്കുക. And to the miracles that is explained in the word of God not be taken at the serious that's not need to be. ഞാൻ ഇവിടെ കാണുന്ന ചില അത്ഭുതങ്ങളുണ്ട്. There are things that I see here. എന്നെ ഇത് വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ. There are things that was amazed me when I was reading and അതാ studying. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ So താല്പര്യം. that's what I want to share with you this morning. വളരെ പെട്ടെന്ന് ഞാൻ അതിലേക്ക് പോകാം. I want to go to this quickly. ഒന്നാമത് ഇവിടെ കാണുന്നത് The first thing we see, കർത്താവിന്റെ മുന്നറിവാ. and his foreknowledge. പത്രോസ് മാർക്കറ്റിലായിരുന്നപ്പോ അത് മുന്നമേ കണ്ടു കർത്താവ്. And as Peter was in the market, Jesus already foreknew. ഈ കരം വിരിക്കുന്ന ഒരു പത്രോസിനോട് വിവരിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഇരുന്ന് കർത്താവ് കേട്ടെന്ന്. And Jesus heard what they were talking to Peter in the market. യേശു മലമുകളിൽ രാത്രിയാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പല നാഴിക ദൂരത്തായിരുന്ന പടകില് ശിഷ്യന്മാർ തണ്ടു വലിച്ചു കുഴയുന്നത് യേശു നാഴികകൾ ദൂരത്ത് ഇരുട്ടിലിരിക്കുന്ന യേശു കണ്ടെന്ന്. We know the story of Jesus was praying on the mountaintop in the darkness, but he knew that his disciples were fighting and working hard to catch fish and they didn't have anything. യേശു കർത്താവ് മത്തായി സുവിശേഷത്തിൽ തന്നെ ആളുകൾ തന്റെ പർവ്വത പ്രസംഗത്തിന്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയ്ക്ക് ആളുകളെ എൻകറേജ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. There is something that Jesus say in the Sermon on the Mount to encourage people about prayer. നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് സ്വർഗീയ പിതാവ് അറിയുന്നുവല്ലോ. He says that your needs our heavenly Father knows before you have your needs. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ സ്വർഗീയ പിതാവ് അറിയുന്നുണ്ട്. Even before you ask, your heavenly Father knows. അതാണ് അവന്റെ ഫോർനോളജ് എന്ന് And പറയുന്നത്. that is the foreknowledge of Jesus Christ. Hallelujah. Hallelujah. നമ്മൾ വീട്ടിൽ പറഞ്ഞത് അവൻ കേട്ടിട്ടുണ്ട്. And the things that we say at home he hears. നമ്മുടെ ഹൃദയത്തിൽ നിരൂപിച്ചുകൊണ്ടിരിക്കുന്നത് അവന് The തിരിച്ചറിയുന്നുണ്ട്. things you imagine in your heart he already understands. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞു എന്റെ നിരൂപണമൊക്കെ അവൻ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. That is why the psalmist says he knows what I'm thinking in my ഞാൻ heart. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. He knows my sitting and getting up. അവൻ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. There is no word in my tongue that he does not understand. കർത്താവിന്റെ ഫോർനോളജിനെ കുറിച്ച് എത്ര പേർക്ക് ധൈര്യമുണ്ട്? How many of you have boldness about God's foreknowledge? എന്റെ സാഹചര്യങ്ങളെല്ലാം അവൻ അറിയുന്നുണ്ട്. He knows every situation you're going ഞാൻ through. പറയുന്ന വാക്കുകൾ അവൻ കേൾക്കുന്നുണ്ട്. Every word you utter he knows. എന്റെ ഞരക്കം അവൻ കേൾക്കുന്നുണ്ട്. He knows you're crying. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം 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 സ്തോത്രം. Hallelujah. യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു നീ പോയി കടലിൽ പോയി ചൂണ്ടലിടുക. And he said go to the sea and throw out a hook. ഒരു കൊച്ചു കുളത്തിൽ വളർത്തിയിരുന്ന മീനാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം.
But we can understand in a pond catching a fish. എന്നാൽ ഇത് കടലിൽ പോയി ചൂണ്ടയിടാനാ പറയുന്നത്. He said, go to the sea and throw your line. ഗലീല കടലില് പോയി ചൂണ്ടയിടാനാ കർത്താവ്. He's saying, go to the Sea of Galilee and throw out this line. അപ്പം പൈസയും കൊണ്ട് അവിടെ വന്ന് നിൽക്കുന്ന ഒരു മത്സ്യം. There's a fish ready with the coin inside. Can we believe that? Is that something we can believe? പത്രോസേ നീ ചൂണ്ടയായിട്ട് കടലിൽ പോ. Peter, go to the sea with your hook. അപ്പൊ അവിടെ ഈൽഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ പൈസയും വായി പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു മത്സ്യം. There is a fish that's ready to yield itself with the money that you need. കർത്താവ് പത്രോസിനോട് സംസാരിച്ചപ്പം അവന്റെ ഫോർനോളജിന്റെ ഭാഗമായിട്ട് ഗലീല കടലിൽ മില്യൺസ് ഓഫ് ഫിഷ് ഉണ്ട്. മില്യൺസ് ഓഫ് ഫിഷ്. There is millions of fish in the Sea of Galilee. As part of God's foreknowledge, he already knew that fish that contains that coin. ആ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ ഈ ചതുർദ്രഹ്മപ്പണവും കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മീൻ കർത്താവ് കണ്ടു. Jesus saw that fish who had this 4 drachma coin among all the millions of fish in the Sea of Galilee. അഥവാ അവൻ അതിനെ ഒരുക്കിയിരുന്നു. And he had prepared this particular fish. ഒരു ചോസൻ ഫിഷ് ഉണ്ട്. There is a chosen fish. അത് ഈൽഡ് ചെയ്യുമെന്ന് മാത്രമല്ല, not only that he will yield, അത് തന്നെ പ്രസന്റ് ചെയ്യുമെന്നല്ല, not only that fish that will present ഈ itself. ദശലക്ഷക്കണക്കിനുള്ള മത്സ്യങ്ങളിൽ ഏതെല്ലാം മത്സ്യത്തിന് വേണമെന്ന് കൊത്തായിരുന്നു. And many of the millions of fish in that sea could come and put itself on the hook. പക്ഷേ ഈ ചൂണ്ടയിൽ കൊത്തുന്ന പ്രത്യേകമാണ്. But this particular fish came and put on the hook. ദൈവത്തിന്റെ ഡിസൈൻസ് അല്ലേ, ദൈവം ഡിസൈൻ ചെയ്യുന്നത് കാര്യങ്ങൾ ഒരുക്കുന്നത് പുറകിൽ പ്രവർത്തിക്കുന്നത് എത്ര അതിശയം ജനിപ്പിക്കുന്നത്. What an awesome design of God, that who propagate this fish to come and put itself on the hook. In other words, കർത്താവ് പറയുന്നു, പത്രോസേ, ഒരു മത്സ്യത്തെ ഞാൻ ചൂസ് ചെയ്ത് അവിടെ ആക്കിയിട്ടുണ്ട്. It is, in other words, Jesus is saying, I have chosen a fish to get on your hook. അത് ഈ ദശലക്ഷങ്ങളിൽ പെടുന്നതല്ല. It is not part of this millions of fish in this lake. മത്സ്യങ്ങളുടെ സ്വഭാവമായിരുന്നു ഈ തിളങ്ങുന്ന മെറ്റൽസ് ഒക്കെ എന്തെങ്കിലും കണ്ട ഉടനെ ചാടി പിടിക്കും. You know, the fish has a tendency, anything that's glittering, it will jump on that. അങ്ങനെ വല്ലതും ആയിരിക്കും ഈ മത്സ്യത്തിന് ആ ചതുർദ്രഹ്മ പണം കിട്ടിയത്. And that is probably how this fish swallowed this 4 drachma coin. പക്ഷേ മത്സ്യം ഇങ്ങനെ അതുമായിട്ട് കാത്തിരിക്കുക. This fish has not gotten rid of that. It is keeping that inside. ഒരു ചൂണ്ടയ്ക്കായിട്ട് വെയിറ്റ് He's ചെയ്യും. waiting for a hook. Can we imagine? അത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? ഇതെല്ലാം വായിക്കുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിലോടി വരണം. As we are reading this, these pictures should come and flood your hearts. സകല സൃഷ്ടിയും അവന്റെ കൽപ്പനയ്ക്കായിട്ട് കാത്തിരിക്കുക. Every creation is waiting for his command. നമ്മൾ ബുദ്ധിയുണ്ടെന്ന് പറയുന്ന മനുഷ്യൻ മാത്രമല്ല, വിവേകമുണ്ടെന്ന് പറയുന്ന മനുഷ്യർ മാത്രമല്ല, We are not the only intelligent creatures in the world. സകല സൃഷ്ടികളും അവന്റെ കൽപ്പനയ്ക്കായിട്ട് കാത്തിരിക്കുക. Every creation that he created is waiting on his command. അവൻ കരം തുറക്കാനായിട്ട് അവർ കാത്തിരിക്കുകയാണ്. To open his arm and command. അവന്റെ ഒരു വാക്കിനായിട്ട് അവർ They കാത്തിരിക്കുകയാണ്. are waiting for a word from him. അത് ജീവനുള്ളതും ജീവനില്ലാത്തതും അങ്ങനെയാണ്. Everything that is alive and dead, that are waiting on the Creator. സൂര്യ ചന്ദ്ര നക്ഷത്രങ്ങൾ, ഗാലക്സീസ് അങ്ങനെയാ. And he is the one who created the sun and the moon and the galaxies and the stars. സകല സൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന നാൾ. Every creation is waiting on the Lord. കർത്താവ് എല്ലാറ്റെയും കൺട്രോൾ ചെയ്യുന്നവനാണ്. And he is the one who controls everything. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമേ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. On the situations of our life, we should be able to declare. ഈ മത്സ്യങ്ങളെ അറിയാവുന്ന കർത്താവ്, This the God who knows this fish. ഈ കടലിൽ ഉൾക്കൊള്ളുന്ന കോടിക്കണക്കിന് മത്സ്യങ്ങളിൽ ഒരു മത്സ്യത്തെ തിരിച്ചറിഞ്ഞ കർത്താവ്, The one who identified this one particular fish among all the millions of fish in the lake. എന്നെ അറിയാതിരിക്കുമോ? Will he not remember me? അവൻ എന്റെ വേദനകളെ അറിയാതിരിക്കുമോ? Will he not remember my pain?
എന്റെ പ്രയാസങ്ങൾ അവന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതാണോ? Will my problems be hidden to his eyes? ഞാൻ ഇന്ന് കടന്നു പോകുന്നത് അവൻ കാണാതിരിക്കുമോ? Will he be blind to the things that I am going through in my life? സങ്കീർത്തനക്കാരൻ പറയാ, കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരം ജന്തുക്കളും എനിക്കുള്ളവയാണെന്ന് കർത്താവ് പറയുന്നു. The psalmist saying that all the animals and the cattle in the field, he knows. മലകളിലെ പക്ഷികളെ ഒക്കെയും ഞാൻ അറിയുന്നു. He knows every bird that is in the sky. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. And all those creatures that is in the field is mine. ഇതെല്ലാം നമ്മുടെ കർത്താവിന്റേതാ. And all these things belong to our Lord. അവയെല്ലാം അവന്റെ വാക്കിന് കാത്തിരിക്കുകയാണ്. And every one of those creatures are waiting on his word. അവൻ ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ, And as he say one word to those creatures, അവനെ സെർവ് ചെയ്യാൻ, they are willing and ready to serve him. അവന്റെ ജനത്തെ സെർവ് ചെയ്യാൻ, To serve his people. ഈ സൃഷ്ടികളെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. Every creation is ready to receive the command. അല്പം മുമ്പ് നമ്മൾ പാടിയല്ലോ, A few minutes ago we sang, സകലവും അവൻ മുഖാന്തരം ഉളവായതാണ്. everything exists because of him. സകലവും അവനാൽ ഉളവായതാണ്. Because of him everything is created. സകലവും അവങ്കലേക്കുള്ളതാണ്. Everything is drawn towards him. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. Everything that is created is not without him. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. Hallelujah. Thank you, Jesus. Thank you, Jesus. കർത്താവിന്റെ പ്രവൃത്തികൾ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്നതാ. Many of the works of our Lord amazes us. ചില നെറ്റിഗ്രിറ്റീസ് എന്ന് നമ്മൾ പറയത്തില്ലയോ? Many times we talk about nitty-gritty. ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള, ഏറ്റവും ലഘുവെന്ന് നമുക്ക് തോന്നുന്ന We കാര്യം, may consider as minute details. അതിൽ പോലും കർത്താവ് താല്പര്യം കാണിക്കും. Even our God shows interest in those കർത്താവ് minute പറയാ, details. നിന്റെ തലയിലെ മുടിയല്ല എണ്ണിയിരിക്കുക. And he says that every hair on your head is എന്ന് counted. ഞാൻ കർത്താവ് അവിടെ ഇരുന്ന് തലയിലെ മുടി എണ്ണി നോക്കുന്നല്ല പറയാ അർത്ഥം. That does not mean he's sitting there counting every hair on your head. ഇങ്ങനെയാണ് എന്നെ പോലുള്ളവർക്ക് കുറിച്ച് ഒരു പണിയും കാണത്തില്ല. But he has a less work for people like me. Yes, you are People right. like Pastor. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? So what does that mean? നിങ്ങൾ ഏറ്റവും മൈന്യൂട്ട് എന്ന് ചിന്തിക്കുന്നത്, Even the things that you consider very minute, ഒരു മുടി വീഴുന്നത്, even that one hair that falls, എന്നതുപോലെ ലഘുവായിട്ടുള്ള കാര്യം even those simple matters like that, എനിക്കറിയാമെന്ന് I പറഞ്ഞു. know about that. സ്വർഗീയ പിതാവ് അറിയാതെ നിലത്ത് വീഴുന്നില്ല. Without our knowledge of our heavenly Father, it does not fall from our head. ഹല്ലേലൂയ. Hallelujah. എന്നെ കുറിച്ചുള്ളതെല്ലാം അവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. Everything about me is written in his book. അവന്റെ വിചാരങ്ങൾ വളരെയാണ്. His thoughts about me are tremendous. Hallelujah. He controls everything. അത് എല്ലാ സൃഷ്ടിയെയും അത് കർത്താവ് കൺട്രോൾ ചെയ്യുന്നു. എന്നെ അതിലും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, There are something more amazes me. സർവ്വം ഓൺ ചെയ്യുന്നവൻ. He owns everything. എനിക്ക് വിശന്നാ ഞാൻ നിന്നോട് പറയുവോ? If I'm hungry, will I ask you? എനിക്ക് നിന്റെ കാളയോ കഴുതയോ വല്ലതും വേണോ? Do I need your ox or donkey? ഈ കാടുകളിലെ ആയിരം മൃഗങ്ങൾ എന്റേതല്ലയോ? All the animals in the wilderness is mine. എനിക്ക് വിശപ്പുണ്ട്, നീ എന്റെ വിശപ്പ് മാറ്റി തരണമെന്ന് എനിക്ക് നിന്നോട് പറയേണ്ട If കാര്യമുണ്ടോ? I'm hungry, will I ask you to take care of my hunger? എല്ലാം സ്വന്തമായിട്ടുള്ളവൻ. Everything that belongs to me. പക്ഷെ ഒരു സെൽഫ് ഇമ്പോസ്ഡ് പോവർട്ടി എടുത്തു. But he took upon himself a self-imposed poverty. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉള്ളവൻ ഒന്നുമില്ലാത്തവനായി തീർന്നു. The one who owns everything became nothing for us. ദരിദ്രനായി തീർന്നു. He became a poor for us. സൈമൺ സാർ പാടി, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ നിൻ ക്ലിഷ്ടമാം കിടപ്പ് കണ്ട് ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. And Pastor Evangelist K.V. Simon wrote, the one who created the silk and the silkworms, but here he's laying with a nothing that I understand that nakedness. എല്ലാം ഉണ്ടാക്കിയവന് 35 സെന്റ് എടുക്കാനില്ലായിരുന്നു. And everything that was created,
that he did not have 35 cents. അവന്റെ ടാക്സ് ആകെപ്പാടെ 35 സെന്റ്, ഹാഫ് ഷേക്കലായിരുന്നു. And his tax was 2 drachmas, then that's all the tax he did. രണ്ടുപേരുടെയും കൂടെ കൂടിയാൽ 70 സെന്റ് എന്ന് പറഞ്ഞാൽ ചതുർദ്രഹ്മപ്പണം. Together there was 70 cents or 4 drachmas. അവന്റെ പക്കൽ അതില്ല. But he did not have that. സെൽഫ് ഇമ്പോസ്ഡ് പോവർട്ടി. അത് തന്നെത്താൻ വരുത്തി വെച്ച ഒരു പോവർട്ടിയാണ്. ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. Even though he was God himself, he rejected all the pleasures of heaven and took the form of a servant. തന്നെത്താൻ മനുഷ്യനായി വിളങ്ങി. He became a human being and dwelt among us. അവൻ സ്വർഗ്ഗത്തിലെ മഹിമകളൊക്കെ വെടിഞ്ഞു. He rejected all the glories of heaven. താൻ ഇറങ്ങി വന്നെന്ന് എഴുതിയിരിക്കുന്നു. He came down to this lowly earth. എത്ര അത്ഭുതപ്പെടുത്തുന്നതാ അല്ലേ? Such amazing thing that we can see. അവൻ പറയേണ്ടി വരുമോ? Will he ever say, പത്രോസ്, എന്റെ കയ്യിലും പൈസയൊന്നുമില്ല, Peter, I don't have any money. നിന്നെ സഹായിക്കാനും നിവൃത്തിയില്ല, I have no way to help you. ആരോടെങ്കിലും പോയി ചോദിച്ചാട്ടെ. Can you go ask somebody? ഇവരിപ്പോ ഒരു ട്രിപ്പ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, കർത്താവും കൂട്ടരും. They went on a trip and they just came back to Jerusalem. അവരുടെ ആ ട്രിപ്പിനകത്ത് ഉണ്ടായിരുന്ന കാശ് മുഴുവൻ തീർന്നു പോയി. All the money that we expended on our trip, പക്കൽ ഒന്നുമില്ല. we have nothing left. വാലറ്റ് കാലിയാ. The wallet is empty. അപ്പം കൊടുക്കാൻ കണ്ട കയ്യിൽ ഒന്നുമില്ല. I have no money to give taxes. എന്നാൽ ഈ പോവർട്ടി എന്ന് പറയുന്നവൻ സ്വയം വരുത്തി വെച്ചതാ. But this is something self-inflicted poverty. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ സമ്പന്നനായിരുന്നിട്ടും, Even though he had everything, അവന്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകേണ്ടതിന്, because of his poverty to make us wealthy, നാം നിമിത്തം ദരിദ്രനായി തീർന്ന അവന്റെ കൃപ നാം it അറിയുന്നല്ലോ. is the grace that because of us he became poor. എന്നെ നിങ്ങളെ സമ്പന്നരാക്കാനായിട്ട് അവൻ സ്വയം ഏറ്റെടുത്ത ദാരിദ്ര്യമാണിത്. It is a self-imposed poverty that he took upon അവനെല്ലാം ഉള്ളവനായിരുന്നു. He had everything that is God provided, എന്നാൽ നമ്മെ സമ്പന്നരാക്കാനായി, just to make us rich. ഹല്ലേലൂയ. Hallelujah. താങ്ക് യു ജീസസ്. Hallelujah. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ ഒരു ചൂണ്ടയിട്ട് ഒരു മീനിനെ പിടിക്കുക. So he told Peter to go catch a fish. പത്രോസ്, ഇനിയും ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും. Peter, we may have other needs just like this. അതുകൊണ്ട് ഒരു വലിയ എമൗണ്ട് നിനക്ക് കിട്ടുമോ അതിന്റെ മത്സ്യത്തിന്റെ വായിൽ? And so we will get a big amount from that. ഒരു സ്വർണ്ണ നാണയം കിട്ടും. You will get a gold coin. നീ അതുകൊണ്ട് വിറ്റിട്ട് നമ്മുടെ ടാക്സ് അടച്ചു ബാക്കി സൂക്ഷിച്ചോണം. And he said, pay the tax and keep the rest. അല്ലേ ട്രഷറാരുടെ കൈ കൊടുത്തേക്കണം. Or give it to the treasurer. നമുക്ക് തുടർന്നുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. But we have other needs coming up. അങ്ങനെ പറഞ്ഞോ? Did he say that? എത്രയായിരുന്നു ടാക്സ് കൊടുക്കേണ്ടത്? How much was the tax? ചതുർദ്രഹ്മ പണം. And 4 drachmas. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നീ എത്ര കാണും? And Jesus told Peter, how much? ഒരു ചതുർദ്രഹ്മ പണം. You will find 4 drachmas. അതെടുത്ത് എനിക്കും നിനക്കും കരമായി കൊടുത്തു. Use that to pay our taxes. ഹല്ലേലൂയ. Amen. Just enough. അല്ലേ? ആവശ്യത്തിന് മാത്രം. ആവശ്യത്തിന് തരാൻ കഴിയുന്നവനാ ദൈവം. Our God is a God who understands our need. ആവശ്യം അറിയുന്നവനെന്ന് മാത്രമല്ല, Not only he knows our need, ആവശ്യത്തിനുള്ളത് അവൻ തരുന്നത്. he will give you what you need. ആർഭാടത്തിനുള്ളതല്ല തരുന്നത്. Not for luxury. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് പലപ്പോഴും, പക്ഷേ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിന്റെ കാരണം എന്താണെന്നറിയാമോ? Apostle James says that you many times you pray for things, but why you don't receive? നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. Because you want to spend those on your pleasure, that's why you don't receive. ആവശ്യങ്ങൾ തീർത്തു തരാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. But he has promised us he will meet our needs. സ്തോത്രം ചെയ്യാമോ? Can you praise ഹല്ലേലൂയ. God? Hallelujah. ആവശ്യത്തിനുള്ളത് തരാമെന്ന് He has പറഞ്ഞിട്ടുണ്ട്. always told us he will give us what we need. ആവശ്യത്തിന്റെ രൂപത്തിൽ കർത്താവ് വരുന്നത് കണ്ടിട്ടുണ്ടോ? And have you seen that giving in the shape of your need? അവൻ സന്ദർശകരെ അയച്ചത് കണ്ടിട്ടുണ്ടോ? Have you seen that he sent people to others? അവന്റെ ദൂതന്മാർ വന്നിട്ടുള്ളത് കണ്ടിട്ടുണ്ടോ? Have you seen his angels coming down? എനിക്ക് ആവശ്യമുള്ളത് എത്രയോ അതുമായി അവന്റെ ദൂതന്മാർ വന്നത്. Whatever we need, his angels come and provide that need. അത്ഭുതകരമായ പ്രൊവിഷൻസ് കാണിച്ചത്. How much provisions he has given us ഞാൻ miraculously. ഓർക്കുന്ന കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. I thank God for his provisions. ഹല്ലേലൂയ. Hallelujah. എത്ര ആവശ്യമാണോ അത് തരും. Whatever you need, he will meet those needs. ഒരു സമയത്ത് ഞാൻ വലിയ പ്രയാസത്തിൽ കൂടെ പോയപ്പോൾ, When there was a time when I went with a great need in my life. ഇന്ത്യ വെച്ചാ This is back in India.
വലിയൊരു പ്രയാസത്തിലൂടെ പോയപ്പോൾ ഒരു ദൈവത്തിന്റെ ഒരു ആലോചന കർത്താവ് എനിക്ക് നൽകി. And when I was going through this great problem, the word of God came to me. ഞാനത് ഞങ്ങളുടെ ചാപ്പലിൽ പ്രസംഗിച്ചു. I have shared this in our chapel. ഞാൻ എന്നിട്ട് എൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ When I went to the office, എൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞു. I never shared what the need was. അപ്പം പോസ്റ്റ്മാൻ എന്നെ കാത്ത് അവിടെ ഇരിപ്പുണ്ട്. So that when I went to my room, there were postman is sitting എൻ്റെ there. ആവശ്യം എന്തായിരുന്നു അതുമായിട്ട് അന്ന് ഒരു മണി ഓർഡർ ആയിട്ട് വന്നിരിക്കുന്നു. And so whatever my need was, there was postman was there with the money order. ഞാൻ ഓർത്ത് കർത്താവേ എൻ്റെ ആവശ്യത്തിന്റെ രൂപത്തിൽ ചിലപ്പം പോസ്റ്റ്മാനും വരാറുണ്ട്. So I thought, Lord, how do you send a postman with the shape of my need? ഏലിയാവിന്റെ ആവശ്യത്തിന്റെ രൂപത്തിൽ കാക്കകൾ വന്നു. The need, the shape of Elijah's need, the ravens came. ദൈവത്തിന്റെ വചനത്തിൽ അനേകരെ നമ്മൾ കാണുന്നുണ്ട് അവരുടെ ആവശ്യത്തിന്റെ രൂപത്തിൽ വന്നു. Many examples we see in the word of God, God approaching them in the need of their shape of their need. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. Let me conclude my words here. ഹല്ലേലൂയ. Hallelujah. ഏറ്റവും അധികം വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, There is the thing that amazes me the most. കർത്താവും പത്രോസും കൂടെ ഒരേ സ്ഥാനം അങ്ങ് സ്വീകരിക്കുക. And the apostle Peter and Jesus taking the same shape. പത്രോസ് ആരാ, കർത്താവ് ആരാ? Who is Peter? Who is God? ഇത്രയും വലിയവനായ ദൈവം, Such a awesome God. ആ കർത്താവ് പത്രോസിനെ പോലെ ആയിത്തീരുകയാണ്. So that God becomes just like Peter. എന്റെ കരം ഒന്ന് കൊടുത്തേക്കാനല്ല പത്രോസിനോട് പറയുന്നത്. He is not saying that pay my taxes കിട്ടുന്ന ആ നികുതി പണം എടുത്ത് and ആ പണം എടുത്ത് take the 4 drachmas. എനിക്കും നിനക്കും കരമായി കൊടുക്കാം. Pay your taxes and mine also. യേശു നമ്മളെ പോലെ ആയിത്തീരുക, നമ്മുടെ കൂടെ നിൽക്കാൻ. So he is identifying with us in our needs. അവന്റെ സ്വഭാവത്താൽ അവൻ അങ്ങനെ ആയതുകൊണ്ടല്ല, Not because of his nature. അവൻ അങ്ങനെ ആയിത്തീരുന്നതാ മനസ്സോടെ. He has willingly taking that shape എന്റെയും നിങ്ങളുടെയും കൂടെ നടക്കാനും, to walk along with us, നമ്മൾ അനുഭവിക്കുന്ന വേദന അനുഭവിപ്പാനും, to feel our pain. അവൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. He has submitted himself. എത്ര നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. That is the kind of God we serve. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നിങ്ങൾക്ക് വേണ്ടത്. He is such a high priest that we have. നമ്മുടെ ബലഹീനതകളെ നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. To show compassion in our weakness. പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാകുകയാണ്. In everything except sin, he was tempted just like us. ഓ, സഹതാപം കാണിക്കാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതൻ. He is the one has be able to show sympathy towards us. കൂടെ നടക്കാൻ പറ്റുന്ന ഒരു സ്നേഹിതൻ. He is a friend that is able to walk with us. പത്രോസേ, എന്റെ കരം കൊടുക്കാനല്ല പറയുന്നത്. He does not say, Peter, pay my taxes. എനിക്ക് നിനക്കുമായിട്ട് അത് കൊടുക്കാം. But take this and pay both of our taxes. നിന്നോട് ഒരുമിച്ച് ഞാനത് പങ്കിടുകയാണ്. I am sharing what I have with you. എത്ര നല്ല കർത്താവിനെയാണ് നമ്മൾ That is സേവിക്കുന്നത്. such a loving God that we serve. നമ്മുടെ കൂടെ കരം പിടിച്ച് നടക്കുക മാത്രമല്ല, Not only he holds our hands and walk along. ഹല്ലേലൂയ. Hallelujah. നമുക്കൊരു അറിവുണ്ടാകണം, നമുക്കൊരു ഓർമ്മയുണ്ടാകണം. We should have a remembrance അവന്റെ മുന്നറിവ്, and his foreknowledge. എന്റെ ആവശ്യങ്ങൾ അവൻ അറിയുന്നുണ്ട്. And your needs he knows. മുന്നറിവ് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം. Let us thank God for his foreknowledge about our needs. കടലിലെ ആയിരങ്ങളായിട്ടുള്ള മത്സ്യങ്ങൾ. There are millions of fish in Sea of Galilee. അതിലൊരു മീനിനെ അവൻ കണ്ടിരുന്നു. And he has had foreknowledge about one fish. മാർക്കറ്റിൽ അവരോട് സംസാരിക്കുന്ന കർത്താവ് കേട്ടിരുന്നു. He already heard that he foreknew what Peter was talking. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, even in our own lives, ഇന്നത്തെ സാഹചര്യങ്ങളും അപ്പച്ചനെ അറിയുന്നുണ്ട്. and even today's circumstances he knows. ഓ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം സ്വർഗീയ പിതാവ് അറിയുന്നുണ്ട്. Even before you request, your heavenly Father knows your needs. അവന്റെ കയ്യിൽ എല്ലാം കൺട്രോളാ. And he has control of everything. അവൻ പറഞ്ഞ ജീവജാലങ്ങളും അനുസരിക്കും. Even his command, every creature. അവൻ പറഞ്ഞാൽ സൂര്യചന്ദ്രന്മാരും അനുസരിക്കും. When he obeys, the suns and the moon and the stars obey him. സകല സൃഷ്ടികളും അവന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കുക. Every creation is waiting for his word. ആവശ്യമുള്ളത് അവൻ തരും കേട്ടോ. He will provide your needs. ആവശ്യമുള്ളത് തരും. He will provide your needs. സ്തോത്രം ചെയ്തേ. Let us worship him. He will provide. എന്ത് നമുക്ക് ആവശ്യമാണോ അതവൻ തരും. Regardless of what you need, he will provide your needs. അവൻ ആവശ്യമുള്ളത് തരുമെന്ന് മാത്രമല്ല, Not only that, he provide your needs. അവൻ കരം പിടിച്ചോണ്ട് എന്റെ കൂടെ നിൽക്കും. He will hold your hand and walk along with you.
Hallelujah. Hallelujah. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് തലകളെ Let us വണക്കാം. close our eyes and pray. Hallelujah. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ Let us ആയിരിക്കാം. sit in the presence of God with the prayerful attitude. ദൈവത്തിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് Let us see the miracles that is happening in the Word ഇന്ന് of നമ്മുടെ God. കണ്ണുകളെ ദൈവം തുറക്കുമാറാകട്ടെ. Let God help us to open our eyes. നമ്മൾ ആരും നിരാശപ്പെട്ടു I don't പോകാനിടയാകരുത്. want anybody leaving this place disappointed. എത്ര നല്ല കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. How great of a God that we serve. നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കട്ടെ. Let our inner eyes be opened. കർത്താവിൽ ധൈര്യപ്പെടുവാൻ നമുക്കിടയാകട്ടെ. Let us take courage in the Lord. ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് Let പ്രാർത്ഥിക്കാം. us surrender ourselves and pray. Our Heavenly Father, thank you for speaking to us this morning. Father, even before we open our mouths, you know about our needs, oh God, because you are foreknowledge. You created everything in your image, especially us, oh God. Amen. You created us in your image. Amen. You breathed your breath into our lungs, Lord. If we are called your children, you know us. You know everything about us, Lord. Amen. As our people are sitting this morning, every one of Amen. us, Lord, Amen. we don't know what our the needs are, Father, but you know their needs. And whatever situation, Lord, we pray that you will meet their needs, oh God. Just like you, we have heard every creation longing for your word, that you proclaim your word. The sun Amen. and the moon Amen. and the stars and the universe is waiting for your word, Lord. How much more they are obedient to you, Father. Help us to be obedient to you in what you have asked us to do, Yes. Father. And I pray that let us go with that courage. Take that courage today that you will provide our needs, whatever it may Amen. be, Lord. Amen. Thank you for strengthening your servant to speak to us this morning, Father. We thank you and we praise you. In Jesus Christ, the Lord's precious name we pray. Amen. Amen.